ഹലോ, ഒരു കാര്യം പറയട്ടെ. നമ്മൾ ചില ആളുകളുടെ ബിഹേവിയറിനെ പറ്റി പറയാനാണേ. അതായത് ഇപ്പം അച്ഛനമ്മമാരെ നോക്കേണ്ട ചുമതലകൾ എല്ലാവരിലും നിക്ഷിപ്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മകളാണെങ്കിലും മകനാണെങ്കിലും നിക്ഷിപ്തമാണ്. അത് മരുമക്കൾക്ക് ആപ്ലിക്കബിളേ അല്ല കേട്ടോ. അതങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഭർത്താവിൻ്റെ അമ്മയെ നോക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയെ നോക്കണം എന്ന് ഒരു മരുമകനോ മരുമകൾക്കോ ഒരു വിധത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. പക്ഷേ ഇവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഹസ്ബൻഡ്സിന് ചില സമയങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വൈഫ്സ് ആയിരിക്കണം. ഇപ്പം ബാത്റൂമിലൊക്കെ പോവുക, ഹെൽപ്പ് ചെയ്യുക, അവരുടെ പോട്ടി എടുക്കേണ്ടിയൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അത് ചെയ്യുന്നവരുണ്ടില്ല എന്നല്ല, അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഹസ്ബൻഡ്സ് എപ്പോഴും ഭാര്യമാരെ ഡിപ്പെൻഡബിൾ ആയിരിക്കും അക്കാര്യത്തിൽ, സ്വന്തം അമ്മയെ നോക്കുന്നതിൽ. ആ അമ്മമാരെ, അതായത് മദർ ഇൻ ലോയൊക്കെ ചിലരൊക്കെ അയ്യോ എന്തിനാ അല്ലേ, വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ട് ഇടിപ്പിച്ചാൽ മതി, നിങ്ങൾ എടുക്കണ്ട എന്ന് പറയുന്ന ചില അമ്മമാരുണ്ട്. മരുമകൾക്ക് കൊണ്ട് ഇടിപ്പിക്കണ്ട എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ചില അമ്മമാർക്ക് ഈ മരുമകളോട് വളരെയധികം എന്താ പറയുക, അറ്റാച്ച്മെൻ്റ് ഉള്ള അമ്മമാരാണെങ്കിൽ മരുമകൾ എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടാൽ എനിക്ക് കുഴപ്പമില്ല, ഹോം നേഴ്സസൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് കരുതുന്ന അമ്മമാരും ഉണ്ട്. പിന്നെ ചില അമ്മമാരുണ്ട്, അയ്യോ ആൺമക്കൾ തങ്ങളുടെ ശരീരഭാഗങ്ങൾ കാണുന്നത് അവർക്ക് മരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അവർ, അല്ലാതെ ഈ ആമക്കൾ, നല്ല ആൺമക്കളുണ്ട് നോക്കാൻ റെഡി ആയിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് അവരുടെ അഡൾട്ട് മകനെ കൊണ്ട് അവരുടെ ശരീരം കാണിക്കുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, ഈ മദേഴ്സിന്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ, അതായത് മരുമക്കൾ പോയിട്ട് അമ്മായിയമ്മയെ നോക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. അത് ഒരു കൈൻഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് മരുമക്കൾക്ക് ചെയ്യാം, മനസ്സിലായോ? അല്ലാതെ കണ്ട് അതൊരു എൻറ്റൈറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതില്ല. ആ മദർ ഇൻ ലോയുടെ ആ അവസ്ഥ നമുക്കും നാളെ വന്നേക്കാം. നമ്മളും പ്രായമായി വരികയാണ്. മക്കളാണോ ആരാണോ നമ്മുടെ നഗ്നത കാണാൻ പോകുന്നത് ഒന്നും നമുക്കറിയില്ല. സോ അതൊരു കൈൻഡ്നെസ്സിൻ്റെയും ഒരു എമ്പതിയുടെയും ഭാഗമായിട്ട് കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ടിരിക്കാനേ പറ്റില്ല നമുക്ക്. അയ്യോ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, അതായത് പോട്ടി ക്ലീനിങ്ങോ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ തുണി എടുത്ത് ഇടലോ അല്ലെങ്കിൽ ഡയപ്പർ മാറ്റുകയോ മദർ ഇൻ ലോയുടെ ചെയ്യേണ്ടി വന്നാൽ ചെയ്തു പോവും നമ്മൾ. പക്ഷേ ചെയ്തു പോകുമ്പോഴും അവിടെ കിടക്കുന്ന അമ്മമാർ ഈ ചെയ്തു കൊടുക്കുന്ന മരുമക്കളോട് ഒരു കരുണ കാണിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രേയറെങ്കിലും ചെയ്യണം. എത്ര പേര് ഇപ്പോൾ നമ്മളൊക്കെ ഈ എൻ്റെ വയസ്സുള്ളവർ 50 മുതൽ 60 പോകുന്ന ആളുകളായിരിക്കാം ഇത് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇനി അങ്ങോട്ടേക്ക് എന്നുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ മരുമക്കളുള്ളവർ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണേ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രയർ അങ്ങ് ചെയ്തേക്കണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഒരു പ്രാവശ്യം എൻ്റെ ഈ അമ്മാവനും അമ്മായിയും മരിച്ചു പോയിട്ടോ. അവർ എന്നോട് വളരെ താല്പര്യമുള്ള അമ്മാവനും അമ്മാവിയായിരുന്നു. അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്രദർ. അപ്പോൾ അവർ ഒരു പ്രാവശ്യം മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നിട്ട് ആ ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കോട്ട് ചെയ്ത് പറയുന്നത്. അവർ മദ്രാസിൽ വന്ന സമയത്ത് എൻ്റെ കസിൻ്റെ എൻ്റെ അമ്മാവൻ്റെ മകൾ, വേറൊരു അമ്മാവൻ്റെ മകൾ അവിടെ താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിയാണ് എല്ലാവർക്കും എപ്പോഴും എല്ലാവരെയും നല്ലപോലെ സ്വീകരിക്കും കേട്ടോ അവരുടെ വീട്ടിൽ. അവരുടെ ഹസ്ബൻഡും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്കൊരു കാറുമുണ്ട്, മാരുതി കാറുമുണ്ട്. അവർ ആ കാറ് എടുത്തിട്ട് ഈ ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ നടക്കാനുള്ള സാമ്പത്തികം കുറച്ച് കുറവായിരുന്നു അവർക്ക്. പിന്നെ അവരുടെ ആ ഒരു കാർ വന്നിട്ട് വളരെ റിപ്പയറിങ് അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ടായി. ആ കാറിൻ്റെ കഥ ഞാനിവിടെ പറയുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളെ, ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഈ അമ്മാവൻ എന്ത് ചെയ്തു, എന്നെയാണ് വിളിച്ചത്. ഇങ്ങനെ എൻ്റെ അടുത്താണ് പറഞ്ഞത്, നീ ഒന്ന് ബാക്കി അവർക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ ആ ചേച്ചിയെ കൂട്ടിയിട്ട് അവർ ടാക്സിയിൽ പോയി ഡ്രസ്സുകൾ വാങ്ങിക്കുകയും സാരി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അമ്മാവനും ആൻറ്റിക്കും പോകണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ എന്നോട് വിളിച്ചിട്ടാണ്
പറഞ്ഞത്, നീ ഒന്ന് ഞങ്ങളെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവനും ഞാൻ ഓടിക്കുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് 1.5-2 വയസ്സേ ഉള്ളൂ കേട്ടോ, 2-2.5 വയസ്സേ ഉള്ളൂ. വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറ്റില്ല അവളെ. അപ്പം ഞാനും അമ്മാവൻ മുമ്പിലിരിക്കുന്നു, മോളെ പിടിച്ചിട്ട് ഈ ആൻറ്റിയുടെ അനുജത്തി ഉണ്ടായിരുന്നു പുറകിലിരിക്കുന്നു. മോളെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട പ്രായമാണെന്ന് ആലോചിക്കണം. മോൾ ഉറങ്ങിയൊക്കെ പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു കാര്യം ഈ അമ്മാവൻ മറന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല. അമ്മാവൻ പെട്രോളൊക്കെ അടിച്ചു വന്നു. എനിക്കും വളരെ പ്രയാസകരമാണ് എൻ്റെ ജീവിതമൊക്കെ കേട്ടോ അന്ന്. എന്നിട്ട് അവർ സാരി വാങ്ങിക്കാൻ വന്നത് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ മദ്രാസിൽ നിന്ന് കല്യാണം കഴിക്കുമായിരുന്നു. അപ്പോൾ അവിടെ വന്ന് പെണ്ണിനെ കൂട്ടിയിട്ട് പോയി സാരി വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ആ സാരി വാങ്ങിക്കാനൊന്നും എന്നെ വിളിച്ചില്ല കേട്ടോ, എനിക്ക് സങ്കടമായിരുന്നു. എന്നിട്ടുള്ളല്ലോ ആ ചേച്ചിയാണ് കൊണ്ടുപോയത്. ഈ കാര്യമല്ലേ, അന്നത്തെ ദിവസം ഒരു പുതിയ പാർട്ടി ലോഞ്ച് ചെയ്യായിരുന്നു മദ്രാസിൽ. വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കാറിനാണെങ്കിൽ റിപ്പയർസ് വന്നു തുടങ്ങിയ സമയം കൂടിയാണ്. 6 കൊല്ലം ആയിരുന്നല്ലോ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. കാർ വാങ്ങിച്ചിട്ടൊക്കെ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു റിപ്പയറൊക്കെ വന്ന് തുടങ്ങുന്ന സമയം എൻ്റെ ഗിയർ ബോക്സ് ആകെ പോയി കിടക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ മര്യാദയ്ക്കൊന്നും അല്ലല്ലോ ഓടിക്കാൻ തുടങ്ങിയ സമയമൊക്കെ അല്ലേ. ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ ഞാൻ ചവിട്ടിയിട്ടുണ്ടല്ല, 2 കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോണേ. എൻ്റെ ഒരു ധൈര്യമേ. പോയി ഒരു 25 മിനിറ്റ് കൊണ്ട് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കേണ്ടതാണ്. അവിടെ ചെന്നപ്പോൾ മറീന ബീച്ചിൻ്റെ ഇങ്ങേറ്റവും അങ്ങേ തലയും അടച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചുറ്റിക്കറങ്ങി പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. വലിയ കുറച്ച് അറിയാം, പ്രാക്ടീസ് തുടങ്ങിയ കാരണം അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയാം. അപ്പോൾ സൈഡിലേക്കുള്ള വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം 5 മണിയോ 6 മണിക്കെങ്ങാണ്ടാണ് ട്രെയിന്. അപ്പോൾ അതിനു മുമ്പേ ഇവരെ എത്തിക്കണം. കഷ്ടപ്പെട്ട് കൊച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് ചുറ്റി കറങ്ങി 25 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ 2.5 മണിക്കൂർ എടുത്തു. എവിടേക്കോ പോയി കറങ്ങി ഇവരെ കൊണ്ടുവന്ന് അവിടെ എത്തിച്ചു കേട്ടോ. ഒത്തിരി നേരത്തെ ഇറങ്ങിയിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഈ മറ്റേ കസിനുണ്ടല്ലോ, കാർ എടുക്കാതിരുന്ന പാർട്ടി, ആ പുള്ളിയുടെ ഹസ്ബൻഡ് കാര്യം പറഞ്ഞാൽ എല്ലാവരെയൊക്കെ നല്ലപോലെയൊക്കെ ട്രീറ്റ് ചെയ്യുമെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരി കുറച്ച് പാരവയ്ക്കണ പരിപാടിയുണ്ട്. എന്നോട് പറയണ്ടേ ഇങ്ങനെ പുതിയ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന്, അവർക്കൊരു ടാക്സി അറേഞ്ച് കൊടുക്കാൻ നമുക്കൊന്ന് പറയണ്ടേ. ഇത്രയും ചെറുപ്പക്കാരിയായ എന്നെ ഈ കൊച്ചിനെയും വെച്ചിട്ട് അവരെല്ലാവരും അങ്ങ് മുതലാക്കി. അതായത് എനിക്ക് അറിയാനും വയ്യ. എനിക്കാണെങ്കിൽ അയ്യോ, ഒരുത്തം പങ്കിടുന്ന നേരത്ത് നമ്മളത് വാങ്ങിക്കണം, അമ്മാവനല്ലേ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളത് ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ തിരിച്ച് അവർ പോയപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ആൻറ്റി പറഞ്ഞു, മോളെ കൊച്ചിനെ ഇങ്ങനെ പുറകിൽ കിടത്തിയിട്ട് എങ്ങനെ പോകും മോള് തിരിച്ച്. അപ്പോൾ അത് ആദ്യം ആലോചിക്കേണ്ടതല്ലായിരുന്നു. കാരണം അരവിന്ദ് ഓഫീസിൽ പോയിരിക്കുകയാണ്, അരവിന്ദിന് വരാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെ. അപ്പം ഞാനായിരുന്നു അവൈലബിൾ. എനിക്കില്ല എന്ത് ചെയ്യണം. എനിക്ക് അമ്മാവനോടുള്ള ഇഷ്ടവുമാണ്. അമ്മാവനും പ്രയാസപ്പെട്ടു പോയി, ഞങ്ങളും പ്രയാസപ്പെട്ടു പോയി. അപ്പോൾ ഇതൊരു അമ്മാവൻ ആലോചിക്കായിരുന്നില്ലേ, പൈസയൊക്കെ ആയിട്ട് വന്ന ആളല്ലേ, എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്ന് ഞാൻ എനിക്ക് എപ്പോഴും ഈ ഒരു സന്ദർഭം എനിക്ക് ഓർമ്മ വരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം അത്ര ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ തിരിക്കുമ്പോൾ ഈ മോള് ഞാനും അല്ലേ ഉള്ളൂ കാറിൽ. ആ കൊച്ച് എവിടെയെങ്കിലും പിടിച്ച് വലിക്കുവോ, താഴെ വീഴുവോ, പുറയിൽ കിടത്തിയിരിക്കുക. അതാണെങ്കിൽ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഇടയ്ക്ക് ഞാൻ അതിനിങ്ങനെ പിടിക്കണം. ഞാൻ പിന്നെയും ഇതേപോലെ 2.5-3 മണിക്കൂർ ഏതൊക്കെയോ വഴികളിലൂടെ അണ്ണാനഗറൊക്കെ പോയിട്ട് വന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ വീട് ഇവിടെ തിരുവാൺമിയൂർ. ഇങ്ങനെ നേരെ വന്നാൽ മതി. അണ്ണാനഗർ എൻ്റെ മൂക്കിരിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ദൂരം ഇങ്ങനെ വളഞ്ഞ് ചുറ്റി വന്നു. 3.5 മണിക്കൂർ ഞാൻ 9:45 കാലൊക്കെ ഇങ്ങനെ ബലം പിടിച്ച് ചവിട്ടിയിട്ട് ഒന്നാമതാ ഗിയറിൻ്റെ അവസ്ഥ. അത് എന്താ ഉണ്ടായത്? എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? കുറേ നാളുകൾ എന്നോട് സംസാരിക്കാതെ ഇരുന്നിരുന്നു ഈ പറഞ്ഞ അമ്മാവനൊക്കെ. എന്നോടൊരു ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ. ഞാൻ ചിലപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊരു അപമാനമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ അമ്മ കുറച്ച് എന്നെ വഴക്കൊക്കെ പറഞ്ഞ് എന്നെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു, അഹങ്കാരിയാണെന്നുള്ള രീതിയിലൊക്കെ. ഞാൻ ആ ചെയ്തത് മുഴുവനും വെള്ളത്തിലെ. എനിക്കിങ്ങനെ കുറേ പറ്റാറുണ്ട് കേട്ടോ. പല സമയത്തും എന്നെ ഇങ്ങനെ ആൾക്കാർ ഞാൻ ചെയ്തു കൊടുത്തിട്ട് പോലും എനിക്കിങ്ങനെ
പറഞ്ഞതുകൊണ്ട്. ഞാൻ എന്തിനാണ് ഈ കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആളെ ബഹുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ കൈൻഡ്നെസ്സിന് വേണ്ടി നമ്മളത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഒരിക്കലും അത് വേറൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അച്ഛനോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ പറഞ്ഞു കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കാണിച്ച കൈൻഡ്നെസ്സിന് എനിക്ക് വിലയില്ലാതായി പോയത്. അവർക്ക് ആദ്യം വിഷമം തോന്നിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്നിലുള്ള ആ ഒരു ചെറുപ്പക്കാരിയുടെ ഒരു കുശുമ്പ്, ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം സാരി വാങ്ങിച്ചു തന്നില്ല, പക്ഷേ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു എന്നും ഞാൻ പറഞ്ഞു. പോരെ പൂരം ഇതല്ല, എൻ്റെ അച്ഛനെ എന്നെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പോയി ചോദിച്ച് കാണും. അപ്പം ഇങ്ങനെയുള്ള ഇതെന്തിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയ അബദ്ധമാണല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് ഒരു കൈൻഡായിട്ട് ഒരു ആക്ടിവിറ്റി ഒരു അമ്മാവനോ അമ്മായിക്കോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളത് അവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പിന്നീട് അത് വേറൊരാളോട് പറഞ്ഞു കാണിച്ച് ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, പറയരുത്. കാരണം ഈ വേറൊരാൾ അറിയുന്നത് നമ്മുടെ വായിലൂടെയാണ്. അപ്പോൾ ഈ വേറൊരാൾക്ക് ഈ നമ്മളോട് കൂടുതൽ അഫെക്ഷനുള്ള ആളാണെങ്കിൽ, ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ആണെങ്കിൽ അച്ഛന് വിഷമം തോന്നില്ലേ, കണ്ടോ അവരെങ്ങനെയാണ് മോൾട്ടിയെ ട്രീറ്റ് ചെയ്തത് എന്ന് വിചാരിക്കില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ കുറച്ച് സമയം കൊടുത്ത് മിണ്ടാതിരിക്കണമായിരുന്നു. ഐ ഷുഡിൻ്റ് ഹാവ് റിയാക്റ്റഡ്. എനിക്ക് ഇതിൻ്റെ തളർച്ചയും ഭയങ്കര സങ്കടവും പിന്നെ ഈ സാരി എനിക്കില്ല എന്നറിഞ്ഞപ്പോഴുള്ള വിഷമവും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാനും ഭയങ്കര അടുപ്പത്തിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ആ കസിനെ കേട്ടോ, കല്യാണം കഴിക്കാൻ പോണ അയാളെ. അപ്പോൾ ആ പുള്ളിയുടെ പെൺകുട്ടീനെ എനിക്ക് നല്ലോണം അറിയാം, നല്ല സുന്ദരിയാണ്. അപ്പോൾ അവർക്ക് ഈ സാരിയൊക്കെ മേടിക്കാൻ വരുമ്പോൾ അതിലൊക്കെ ഉണ്ടാവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല, പോട്ടെ. ഞാനന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നേ. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞാൽ ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു ഇമ്മെച്യൂറായിട്ടുള്ളൊരു ബിഹേവിയറാണ് ഞാനന്ന് കാണിച്ചത്. ശരിയാണ്, ഞാൻ അവരെ വളരെ കാര്യമായിട്ട് കൊണ്ടുപോയി അവിടെ ആക്കി തിരിച്ചു വന്ന് അമ്മാവനമ്മായി ഇല്ല കേട്ടോ, ഇപ്പോൾ മരിച്ചുപോയി. പക്ഷെ ഞാൻ പറയാം, അന്നത്തെ ആ സംഭവം ഞാൻ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. എങ്ങനെ? ഞാൻ അതെൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയണ്ടായിരുന്നു. സോ മിതഭാഷത്വം വേണം എന്ന് പറയാനാണ് ആ ഒരു കാര്യം ആ ഈ ഒരു സംഭവം ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ കാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ചേച്ചിയുടെ കാറ് വന്നിട്ട് ചീത്തയായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഒരു രണ്ട് തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ അവലോകനം ചെയ്യണം. അവരുടെ കയ്യിൽ ഒരു കുറച്ച് നല്ല പണമുള്ള കുറച്ച് പൈസ കിട്ടി അവർക്ക്, കുറച്ച് സ്ഥലം വിറ്റിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ സ്ഥലം വിറ്റിട്ട് കിട്ടിയ പൈസ വന്നിട്ട് അവർക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീട്ടി, പിന്നെ ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒരു വീട്, ഒരു ഫ്ലാറ്റ്, ചെറിയൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. വേറെ ഇവർ താമസിക്കുന്നതല്ലാത്തൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് റെൻറ്റ് കിട്ടും. വെരി ഗുഡ്, അതുവരെ കറക്റ്റാണ്. പിന്നീട് അവർ ചെയ്തത്, ബാക്കി എത്ര പൈസയുണ്ടോ ആ പൈസ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു വാഹനം മേടിക്കുക എന്ന് പറഞ്ഞ് തിരക്കി നടന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ ഈ ചേട്ടന് ജോലിയുണ്ട്, തരക്കേടില്ലാത്ത വരുമാനമുണ്ട്, പിന്നെ ഈ വീട്ടിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാടക കിട്ടിയത്, ആ വരുമാനം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നല്ലൊരു പുതിയ കാർ വാങ്ങിക്കാമായിരുന്നു. അവരത് ചെയ്യാതെ, അതായത് EMIയിൽ വാങ്ങിക്കാം. അപ്പോൾ ആ ചേട്ടൻ എപ്പോഴും പറയും, അയ്യോ കടം ഒന്നും വാങ്ങിക്കരുത്, ഒരു ലോൺ പോലും എടുക്കരുത്, ഇങ്ങനെ പറയുമായിരുന്നേ. ഇത് പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചാൽ, എൻ്റെ ടൈറ്റിൽ നിങ്ങൾ വായിച്ചില്ലേ, കടം വാങ്ങാതെ ഇരുന്ന് അല്ലെങ്കിൽ ലോൺ എടുക്കാതെ ഇരുന്നാൽ, ഞാൻ ടൈറ്റിൽ ഇങ്ങനെയാണ് ഇടാൻ പോകുന്നത്, ലോൺ എടുക്കാതെ ഇരുന്നാൽ പണക്കാരനാവുകയില്ല. എന്താണ് എൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ, ഈ ലോൺ എടുക്കാതെ കയ്യിലുള്ള പൈസ മുഴുവനും കൊടുത്ത് ഈ പുള്ളി ഈ കാർ വാങ്ങിച്ചിട്ടു. ഓക്കെ. ഇനി പിന്നെ ഒന്നും പൈസയൊന്നും ബാക്കിയില്ലേ, ആ വീടുണ്ട്, കാറുണ്ട്. ഈ 7000 രൂപ വീട്ടിൽ നിന്ന് വരുന്നത് പുള്ളിക്ക് ഈ പറഞ്ഞ വീടിന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്, പുതിയത് മേടിക്കാനായിട്ട്. ആ ലോണിന് അടിഞ്ഞ് പോവുമായിരുന്നു. പിന്നെയും കുറച്ച് ബാക്കിയുണ്ട്. ആ ലോൺ എങ്ങാണ്ട് ഒരു 3 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2500 രൂപ അടിച്ചാൽ മതി. 7000 രൂപ വാടക കിട്ടുന്നുണ്ടായിരുന്നു എന്ന് ആ വീട്ടിൽ കേട്ടോ. കുറച്ചധികം 10 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ടാവും ആ വീട് ആ സമയത്ത്. അത്രയേ ഉള്ളൂ അന്നൊക്കെ, 98, 99 കാലഘട്ടത്തിൽ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഈ ഒരു മാരുതി 800 പുതിയ കാറ് മേടിക്കണമെങ്കിൽ എനിക്കറിയാം കറക്റ്റായിട്ട് 2,60,000 രൂപയാണ്. 60,000 ഇതിൽ ഫാസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫാസ്റ്റ് ട്രാക്കിൽ 2,60,000 രൂപ കിട്ടി അവർക്ക് ആ പുതിയ കാറ് കിട്ടും. അവർ വാങ്ങിച്ചത്
60,000 രൂപയുടെ ഒരു പഴയ മാരുതി 800 ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഈ 60,000 രൂപ ഡയറക്റ്റായിട്ട് കൊടുത്ത് മേടിച്ചില്ലേ പഴയത്, അത് വാങ്ങിക്കുന്നതിന് പകരം ഈ 60,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് ലോൺ എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഒരു മാക്സിമം ഒരു 7 വർഷത്തേക്ക് ലോൺ കിട്ടും. ഒരു 3,000-4,000 രൂപ അടച്ചാൽ മതി. അവിടെ നിന്ന് റെൻറ്റ് വരുന്നുണ്ട്, ആ റെൻറ്റ് കഴിഞ്ഞിട്ടും പൈസയുണ്ട്. കുറച്ച് പൈസ ഇതിലേക്ക് ഇട്ടിട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അവർക്ക് ഒരു നല്ല കാർ ഉണ്ടാവുമായിരുന്നു. കാരണം ഇവർ ഈ 60,000 രൂപയുടെ കാറ് വാങ്ങിച്ചിട്ട് 3 മാസം കൂടുമ്പോഴേക്കും അതിനെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കയറ്റണം. എപ്പോഴും പണിയാണ്. അപ്പോൾ ആ പണിയുന്ന ആ പൈസ മതിയായിരുന്നു ഇവർക്ക് പുത്തൻ കാറിൽ പുതിയതായിട്ട് ഉപയോഗിക്കാൻ. അതിനാണ് ആ കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, നോട്ട് ദ പോയിന്റ് എന്ന്. ഇത്രയും കഥകൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുൾ എഫേർട്ടും ഇട്ട് ഒരാളോട് നമ്മൾ നല്ല ഹോസ്പിറ്റാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമതൊരാളോട് നമ്മൾ തന്നെ പറയാതിരിക്കുക. അത് പറഞ്ഞു കഴിയുമ്പോൾ there will be an erosion of ലവ് ഇറോഡായിപ്പോവും കേട്ടോ. നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ലവ് ഇറോഷൻ സംഭവിക്കും. സെക്കൻഡ് തിങ്, ലോൺ എടുക്കാതെ ആ ചേച്ചി കാറ് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മുഴുവനും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻകം ജനറേഷൻ ഇല്ലാതാവുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ് കേട്ടോ. ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിരുന്നു, പക്ഷേ ആ ഫ്ലാറ്റിൻ്റെ മുഴുവനും എമൗണ്ട് കൊടുത്തല്ല അവർ വാങ്ങിച്ചിരുന്നത്. അത്രയും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഒത്തിരി സ്ട്രെച്ച് ചെയ്ത ഒരു 500-1000 രൂപ ഒന്ന് സ്ട്രെച്ച് ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു നല്ല കാർ ഉണ്ടാകുകയും ചെയ്യും. ഒരു 6 വർഷം കഴിയുമ്പോൾ അവർക്ക് ആ കാർ വിറ്റിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ 1 ലക്ഷമെങ്കിലും കിട്ടിയാൽ അല്ലേ? ഇത് ആ 60,000 രൂപയുടെ കാറ് അവിടെ കിടന്ന് പൊടിഞ്ഞ് പോയി, നശിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് പൈസ ഇല്ലാതെ ആയിപ്പോയി, വളരെ കഷ്ടപ്പെട്ടു പോയി അവർ. ഇവരുടെ കഥയും ഈ പറഞ്ഞ കൈൻഡ്നെസ്സിൻ്റെ കഥയും കൂടെ ഞാൻ കൂട്ടി പറയാൻ കാര്യം എന്താണെന്നറിയാവോ? എന്നോട് കൈൻഡാകാതെ പുള്ളിക്കാരൻ അന്ന് ഈ അമ്മാവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ, അമ്മാവ് ഇത് നിങ്ങളൊന്ന് കാറിൽ ആകേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എന്താ വിചാരിച്ചെന്ന് പറയും, ഇവളുടെ പുതിയ കാറൊക്കെയാണെന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര നകളിപ്പല്ലേ, പോയി വഴിയിൽ കിടക്കട്ടെ എന്ന്. ആലോചിച്ച് നോക്കൂ, ഞാൻ വഴിയിൽ കിടന്നില്ല, ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഞാനൊരു മണ്ടിയായതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അച്ഛൻ ചെയ്ത് ഗുണമൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ ടേക്ക് അവേ എന്താണെന്ന് പറയട്ടെ, യു ക്യാൻ ബി കൈൻഡ് ടു പീപ്പിൾ ആൻഡ് യു ഷുഡ് ബി കൈൻഡ് ഓൾസോ. പക്ഷേ നിങ്ങളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന അതിൻ്റെ ഗുണമില്ലാതെയാവും, നിങ്ങൾക്കത് ബാക്ക് ഫെയർ ആവും. രണ്ടാമത്, ഈ കൈൻഡ്നെസ് എടുക്കുന്ന ആൾക്കാർ അത് എൻറ്റൈറ്റിൽമെൻ്റ് ആയിട്ട് എടുത്തുകൂടാ. ഇവളെൻ്റെ മരുമകളാണ്, ഇവളെനിക്ക് ചെയ്യേണ്ടവളാണ്, ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ എടുത്തുകൂടാ. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻസിൽ എടുക്കണം കേട്ടോ. കഥകൾ പറയുമ്പോൾ നമ്മൾ അനുഭവങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അനുഭവത്തിൽ കൂടിയാണ് ഇതെല്ലാം പഠിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. സോ ഈ പുതിയ കാറ് മേടിക്കണോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് 2-3 നേരം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായി, അത് പറയാം കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു പുതിയ കാറ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പുതിയ കാറ് വാങ്ങിച്ചാൽ ഒരു 5 വർഷത്തേക്കെങ്കിലും അതിന് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടാവില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകും. പിന്നെ പുതിയ കാറ് എന്ന് പറയുമ്പോൾ ഏത് ബ്രാൻഡ് വേണം, എക്സ്പെൻസീവ് ആയിരിക്കണോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.